ഒത്തിരി പേര് പ്രണയിക്കുന്നുണ്ട്, ഒരുപാട് പേര് ബ്രേക്കപ്പ് ആവുന്നുണ്ട്, വളരെയധികം പേര് ഡിപ്രഷനിലേക്ക് പോകുന്നുമുണ്ട്. എന്തായിരിക്കാം ഒരാൾ പ്രണയിക്കാനുള്ള അടിസ്ഥാന കാരണം? തീർച്ചയായിട്ടും ചെറുപ്പകാല അനുഭവങ്ങളുടെ സ്വാധീനം തന്നെയാണ്. ആൺകുട്ടികളാണെങ്കിൽ അമ്മയുടെ വാത്സല്യം വേണ്ടുവണ്ണം കിട്ടാതെ വളർന്ന ആൺകുട്ടികൾ, പെൺകുട്ടികളാണെങ്കിൽ അച്ഛൻ്റെ ആ ഒരു സ്നേഹം വേണ്ടുവണ്ണം ആസ്വദിക്കാൻ പറ്റാതെ പോയവർ, ഇവരൊക്കെ വളരെ പെട്ടെന്ന് പ്രണയത്തിലേക്ക് ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമ്മളെ ഒരുപാട് ഉൾക്കൊള്ളും, അല്ലെങ്കിൽ കൂടെ കൂട്ടുവന്ന് കരുതിയ ആൾ നമ്മളെ വിട്ടുപോകുമ്പോഴുള്ള ആ ഒരു തീവ്രമായ ഡിപ്രഷൻ സഹിക്കാൻ പറ്റുന്നതല്ല. അതിൽ നമ്മൾ വല്ലാതെ തകർന്നു പോകും. എന്ന് മാത്രമല്ല, ചില ആൾക്കാരാകട്ടെ വല്ലാതെ അടിച്ചമർത്തിയ ദേഷ്യത്തോടെ, വല്ലാത്തൊരു വെറുപ്പോടെ മറ്റേ ആളിനെ അറ്റാക്ക് ചെയ്യാൻ വരെ ശ്രമിക്കാറുണ്ട്, അല്ലേ? നമുക്കറിയാം, ആസിഡ് അറ്റാക്കൊക്കെ പോലെ. എന്തായാലും ജീവിതാനുഭവങ്ങളുടെ സ്വാധീനം തന്നെയാണ് ഇത്തരം തീവ്രമായ ഡിപ്രഷനിലേക്ക്, പ്രണയ നൈരാശ്യത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത്തരം ജീവിതാനുഭവങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള അമിത സ്വാധീനം മാറ്റുന്ന ആധുനിക ശാസ്ത്ര സംവിധാനങ്ങൾ ഇന്നുണ്ട്. കടന്നുപോയ ജീവിതാനുഭവങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള സ്വാധീനം മാറ്റപ്പെടുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുക. ഇങ്ങനെ നാഷണൽ തലത്തിൽ, ഇൻ്റർനാഷണൽ തലത്തിലുള്ള ക്ലയൻറ്റ്സ് നമുക്ക് വന്നു പോകാറുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ റിലാക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വന്ന് ജീവിതം ഉന്മേഷഭരിതമായി മുമ്പോട്ട് പോകാൻ അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്.